അങ്ങനെ ജിസേൽ തക്രാൽ ഔട്ട്. അപ്പം ഫെയർ എവിക്ഷൻ അൺഫെയർ എവിക്ഷൻ അതൊരു ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. എല്ലാ എവിക്ഷനും ഫെയർ ആണ്, എല്ലാ വിന്നേഴ്സും ഫെയർ വിന്നേഴ്സ് തന്നെയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എവിക്ഷൻ നടന്നു. ഇനി ജിസേൽ എന്തുകൊണ്ട് എത്ര പെട്ടെന്ന് എവിക്റ്റ് ആയി എന്നുള്ള ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാബുമാനൊക്കെ നിൽക്കുന്നതുകൊണ്ടാണെങ്കിൽ പലരും ചോദിക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാരുടെ ഗെയിം അനുസരിച്ച് വോട്ട് ചെയ്യാൻ തോന്നണ്ടേ. വോട്ട് ചെയ്യാൻ ഇപ്പോൾ ആർക്കും വോട്ട് ചെയ്യാൻ തോന്നാത്തവർക്ക് സാബുമാനും ലക്ഷ്മിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയാലോ? അത് പറയാൻ പറ്റില്ല. അപ്പം എന്തോ ആയിക്കോട്ടെ, ജിസേലിൻ്റെ ഗെയിം ശരിക്കും പറഞ്ഞാൽ ജിസേൽ ഇപ്പോൾ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയിരിക്കുന്നത്. കറക്റ്റ് സമയത്താണ് പുള്ളിക്കാരി പുറത്തിറങ്ങിയത്. കാരണം വെച്ചാൽ ഒരാഴ്ച കൂടി പുള്ളിക്കാരി നിന്ന് നെഗറ്റീവ് ആവാൻ സാധ്യത കൂടുതലാണ്. കാരണം ഗെയിമിൽ പുള്ളിക്കാരി ട്വിസ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ആര്യന് എഗെയിൻസ്റ്റ് ആയിട്ടായാലും അക്ബറിന് എഗെയിൻസ്റ്റ് ആയിട്ടും കളിക്കാം. പക്ഷേ ഇത് കളിക്കാമായിരുന്നു. പക്ഷെ കളിക്കുന്നതിനൊരു രീതിയുണ്ട്. പുള്ളിക്കാരിക്ക് അത് ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്, കളിക്കുന്ന രീതി കണ്ടിട്ട്. മനസ്സിലായോ? അപ്പോൾ ജിസേൽ ഇപ്പോൾ പോസിറ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് വേണ്ടത് എന്നാണ്, ഇതിൽ നിന്നൊരു ആക്സെപ്റ്റൻസ് ആണ്. കേരള ഓഡിയൻസ് പുള്ളിക്കാരി ആക്സെപ്റ്റ് ചെയ്യണം എന്നും ഒക്കെയാണ് പുള്ളിക്കാരുടെ ആഗ്രഹം. അതനുസരിച്ച് പുള്ളിക്കാരി ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ പുള്ളിക്കാരി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വസ്ത്രധാരണം ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് കേരള ഓഡിയൻസ് തന്നെ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഷീ ഈസ് ശരിക്കും പറഞ്ഞാൽ ലക്കി. ഒരു കുഴപ്പമില്ല. ഇനി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജിസേലിന് കുറേ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാനുള്ള ജിസേലിൻ്റെ കുറേ ഗെയിംസ് ഒക്കെ നെഗറ്റീവായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വീക്കിൽ ആ മേക്കപ്പ് ഇഷ്യൂസ്, മേക്കപ്പ് യൂസ് ചെയ്യുക, അതെന്താണെന്നറിയോ, എല്ലാ ലേഡീസിനോട് മേക്കപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ജിസേൽ മാത്രം ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് എടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി അതൊരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യും അല്ലേ. അത് തന്നെയാണ് അവിടെ പണിഷ്മെൻറ്റ് കിട്ടിയതും. ജിസേലിന് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ജിസേലിന് അത് ഡിഫിക്കൽട്ടായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ, പുള്ളിക്കാരി ഓൾറെഡി ഇപ്പം തന്നെ മേക്കപ്പ് ഇട്ടിട്ട് പോലും അതിൻ്റെ ഷെയ്ഡ് മാച്ച് ചെയ്യാതെ തന്നെ അമ്മയെ മുമ്പേക്ക് ഓടിച്ച ആളാണ്. അപ്പം പുള്ളിക്കാരെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് കാണും ആ 2-3 വീക്ക് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതിൽ കൂടെ തന്നെ പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാ ലേഡീസും മാറാൻ കാരണം ആ ഒരു റീസണാണ്. അവിടെ ജെൻസിന് മേക്കപ്പിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ലേഡീസിന് ഫോർ ഷുവർ ദേ മൈറ്റ് ഹാവ് ഫെൽറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ വരാനും ലേഡീസിൻ്റെ സപ്പോർട്ട് കുറയാനും ജെൻസിൻ്റെ സപ്പോർട്ട് കൂടുതൽ. പിന്നെ ജെൻസിൻ്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടാനും വേറൊരു കാര്യമുണ്ട്. പുള്ളിക്കാരിക്ക് സോഫ്റ്റ് സൈഡുണ്ട്, കുറച്ചുകൂടി സോഫ്റ്റാണ്. പിന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ എല്ലാവരെയും സ്വന്തം കയ്യിലേക്ക് ആക്കാനായിട്ട് പുള്ളിക്കാർക്ക് ആ കഴിവുണ്ട്. അത് കഴിവ് തന്നെയാണ്, അതിനെന്താ സംശയം? അതൊരു കഴിവ് വേണം. അതുകൊണ്ട് എല്ലാവരും പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത ഫേവറേറ്റ്സ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. ആ ഫേവറേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അതുകൊണ്ടും ജനങ്ങൾക്ക് അതൊരു ഒരു ഒരു ഇഷ്ടമില്ലായ്മ തോന്നിക്കാണും. ഫേവറേറ്റ്സിന് കൊടുക്കുന്നു, ഫേവറേറ്റ്സിന് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് ഇല്ല. അങ്ങനത്തെ ഒരു തോട്ട് അനുവൊക്കെ റേസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആൾക്കാരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, പ്രേക്ഷകരിലേക്ക്. അതും ജിസേലിനെ ശരിക്കും കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും അല്ലേ, എനിക്കത് തോന്നിയിട്ടുണ്ട്. പിന്നെ ജിസേലിൻ്റെ മേക്കപ്പ് ഇഷ്യൂ, ഫുഡ് ഇഷ്യൂ, കിച്ചൺ ഇഷ്യൂ, ഈ സംഭവങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. പിന്നെ മെയിനായിട്ടുണ്ടായ ഇഷ്യൂ ആ പുതപ്പ് ഇഷ്യൂ ആണ്. അത് അനു റേസ് ചെയ്ത ഇഷ്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അനു റേസ് ചെയ്താണെന്ന്. പക്ഷെ അനു റേസ് ചെയ്താണെങ്കിൽ പോലും ജിസേലിന് അവിടെ ജിസേൽ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു കേട്ടോ, നോ ഡൗട്ട്. നല്ല ബെസ്റ്റായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ആ ഇഷ്യൂവിനെ ഡീൽ ചെയ്യുന്ന രീതി അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അത് അത്ര അനുവൊക്കെ ചെറിയ ചെറിയ കേസിന് വരെ ഡീൽ ചെയ്ത പോലെയല്ല ജിസേൽ ആ വലിയ കേസിന് ഡീൽ ചെയ്തത്. വളരെ കാം ആൻഡ് കമ്പോസ്ഡായിട്ട് ഡീൽ ചെയ്തു ആ ഇഷ്യൂവിനെ. അപ്പോൾ അതിന് അപ്രീഷിയേഷൻ തന്നെ കൊടുക്കണം. അത് ലാലേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് പറയുന്നു കേട്ടോ, എനിക്കും തോന്നിയത് നല്ല രസമായിട്ട് പുള്ളിക്കാരെ ഡീൽ ചെയ്തു. അപ്പോൾ ഡീൽ ചെയ്യുന്ന രീതി മാത്രമല്ല, ജിസേൽ അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂ മാറിക്കഴിഞ്ഞ ശേഷവും ജിസേലിൻ്റെ ആര്യൻ്റെയും ആ ഒരു എന്താ പറയുക റിവോൾവിങ്, അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഹെൽപ്പ് ചെയ്യുക. അവർ ആ ക്വസ്റ്റ്യൻ മാർക്കും ആ ഒരു ചോദ്യചിഹ്നവും എപ്പോഴും ഓഡിയൻസിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അത് എത്ര ക്ലാരിറ്റി കൊടുത്താലും അത് ഒരു പക്ഷേ ഞാൻ പറയട്ടെ, അവരിപ്പോൾ ബെഡ് മാറിക്കിടന്നു, അന്നേ കുറച്ച് അത് മാറ്റിക്കിടന്നിരുന്നു അവരവരുടെ കാര്യം നോക്കി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരുന്നെങ്കിൽ, ഗെയിംസ് കുറച്ചുകൂടി ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജിസേൽ ഇപ്പോൾ ഔട്ടാവില്ലായിരുന്നു. കാര്യമായിട്ട് പറയുവാണ്, അവിടെ ഡിഫറൻസ് വന്നാണ്. ഇത് ആൾക്കാർക്ക് അതേ സംഭവം തന്നെ പിന്നെയും വരും. പിന്നെയും ഈ ആഴ്ചയായപ്പോൾ പിന്നെയും അതേ സംഭവം തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ആൾക്കാർക്കത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്കതൊരു ഇഷ്ടമില്ലായ്മ തോന്നിക്കാണാം. അതുകൊണ്ടായിരിക്കാം ഇത്തവണ വോട്ട് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരിക്കും ജിസേലിനെ പറ്റി. പക്ഷേ ജിസേലിന് കുറേ പോസിറ്റീവ്സ് ഉണ്ട്. കാരണം പുള്ളിക്കാരി കുറേ ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്നത്. സത്യം പറയാമല്ലോ, ഹ്യൂമാനിറ്റി നമ്മൾ പറഞ്ഞ് കളിയാകുമെങ്കിലും ഹ്യൂമാനിറ്റി പലപ്പോഴും കാണിക്കാറില്ല. ഫേവറേറ്റ്സിന് മാത്രമുള്ള ഹ്യൂമാനിറ്റി ആണെങ്കിൽ പോലും അവരോട് ജിസേൽ നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ ചായ ഉണ്ടാക്കി കൊടുക്കാനോ ഒരു മടിയില്ല. സ്വന്തം ഫ്രണ്ടിനെ സഹായിക്കാനോ അതിനൊന്നും ഒരു മടിയില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ജിസേലിന് കുറേ നല്ല പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഈ ഷോയും കൊണ്ട് ജിസേലിന് ശരിക്കും നല്ല ഗുണമുണ്ടാവും.
നോ ഡൗട്ട്. പുള്ളിക്കാരി ഈ ഷോയിൽ നിന്നിട്ടുള്ളിടത്തോളം കാലം ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ജിസേലെ കണ്ടപ്പോൾ എത്രത്തോളം നിൽക്കും എന്ന് എനിക്കും ഡൗട്ട് തോന്നിയിരുന്നു. ഇത് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻ്റ് ആണ്. നിൽക്കുമോ നിൽക്കില്ലേ, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടോ? ലാംഗ്വേജ് പ്രോബ്ലം ശരിക്കും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ചിലതൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അക്ബറിനൊക്കെ ഇപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരിക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ പുള്ളിക്കാരി എന്നാലും അവിടെ പിടിച്ചു നിന്നു. ആ ലാംഗ്വേജ് ഒക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പുള്ളിക്കാരി പിടിച്ചു നിന്നിട്ട് അത് സംശയമില്ല. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ചെയ്യണം. അത് ഭയങ്കര പാടാണ്. വേറൊരു ലാംഗ്വേജ് ശരിക്കും മനസ്സിലാത്ത ലാംഗ്വേജിൽ ചെയ്യാന്ന് പറഞ്ഞാൽ റിയലി ഡിഫിക്കൽട്ടാണ്. പുള്ളിക്കാരി അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ജിസേലിന് ശരിക്കും പറഞ്ഞാൽ ഇനി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇനി വർക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് മലയാളത്തിൽ. അത് അത് ഷീ ഡിസേർവ്സ് ഇറ്റ് ആൻഡ് ഷീ ഏൺഡ് ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ജിസേലിന്. അപ്പോൾ എവിക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത നാളത്തെ നോമിനേഷൻ കഴിയുമ്പോൾ പറയാം. അത് ഈ അറ്റ്ലീസ്റ്റ് ഈ എവിക്ഷൻ കഴിഞ്ഞപ്പോഴെങ്കിലും കുറേ പേർക്ക് മനസ്സിലായി എവിക്ഷൻ വെറുതെ കോമഡി പീസല്ല. നിങ്ങൾ വെറുതെ ഇട്ടാക്കില്ല, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് എവിക്ഷന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാം. നാളെ ഓപ്പൺ നോമിനേഷനാണ്. ആ ഓപ്പൺ നോമിനേഷൻ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾ പലപ്പോഴും രക്ഷപ്പെടുന്ന അതുകൊണ്ടായിരിക്കും. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യുന്നില്ല. ഇനി അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അവരെന്നെ പറയുന്നുണ്ട് ലക്ഷ്മി സാബുമാനും കൊടുക്കുന്നില്ല, സ്ക്രീൻ സ്പേസ് കൊടുക്കില്ല, അത് കൊടുക്കില്ല. അങ്ങനെയല്ല, നിങ്ങൾ നോമിനേഷൻ എല്ലാവരും കൊണ്ടുവരാൻ നോക്കൂ. അതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫെയർ നോമിനേഷൻ നിങ്ങൾ പറയും. നല്ല കറക്റ്റായിട്ട് ഫെയർ ആയിട്ട് പോകും. എന്നിട്ടും സാബുമാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹിസ് ഗെയിം. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടപ്പെടുന്നവർ നിൽക്കട്ടെ, പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എല്ലാ നോമിനേഷനിൽ കൊണ്ടുവരാൻ നോക്കണം. ഓപ്പൺ നോമിനേഷനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. ഇനി നാളെയും കുറേ പേര് റിപ്പീറ്റഡ് നോമിനേഷൻ കൊടുത്ത് വോട്ട് വേസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. സേഫ് ഗെയിമാണ് അത്, സേഫ് ഗെയിംസാണ് ഞാൻ പറയുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സേഫ് ഗെയിം കളിക്കുന്നു, ജസ്റ്റ് ഈസി ആണല്ലോ. ഒരാളുടെ തലയിലേക്ക് ഇടാണെങ്കിൽ ഒരാളെ മാത്രമല്ലേ ഫേസ് ചെയ്യണ്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാതെ ഇനി അവർ നേരിട്ട് കളിക്കണം. ഇനി ക്യാപ്റ്റൻസിൻ്റെ കാര്യം, അതിന് മുമ്പ് ഷാനവാസിൻ്റെ കാര്യം. ഷാനവാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ വിളിക്കുന്ന സംഭവങ്ങളൊക്കെ നിർത്തിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഷാനവാസ് സോറിയും പറഞ്ഞു, അത് പറയില്ല, ഇനി പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി. ഷാനവാസിനെ പറയാതിരിക്കട്ടെ. അത് നേരത്തെ പുള്ളിക്കാരൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഫ്രണ്ടിലൊക്കെ, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാതിരുന്നാൽ ഷാനവാസിന് നല്ലത്. ഇനി ബിന്നിയുടെ ക്യാപ്റ്റൻസിൻ്റെ കാര്യം, ബിന്നിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പല കാര്യം ബിന്നി ചെയ്യുന്നത് പ്രൊവോക്കേറ്റീവ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര പ്രൊവോക്കേഷൻ ചെയ്യാറുണ്ട് പുള്ളിക്കാരൻ. പക്ഷേ ഷാനവാസ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ കണ്ടപ്പോൾ പലതും ആക്ഷൻസ് കാണിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതൊന്നും എടുത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്കറിയുള്ളൂ. അതൊന്നും ഒരു എന്താണ് സ്റ്റോപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. എസ്പെഷ്യലി ഈ അക്ബറിൻ്റെ കേസാണെങ്കിലും ഇന്നത്തെ ബിന്നിയുടെ മാവിഷുവൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിപ്പ് കാണിച്ചാൽ സോൾവ് ചെയ്യാനേ ഉള്ളൂ. ക്ലിപ്പ് കാണിച്ചാൽ ഇത് ചെയ്തു ഇല്ല എന്ന് പറയുന്ന ഷാനവാസിനെ കാണിച്ചു കഴിഞ്ഞാൽ അത് രാത്രി ഇരുന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഷാനവാസിനെ കാണിച്ച് ഷാനവാസിൻ്റെ ഗെയിം അവിടെ എക്സ്പോസ്ഡ് ആവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഷാനവാസിൻ്റെ ഗെയിം എക്സ്പോസ്ഡ് ആക്കുന്നു. ദെർ മൈ ബി മെനി റീസൺസ്. ഒന്നില്ലെങ്കിൽ അവർക്ക് ഇനി ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യണം. ഷാനവാസിനെ കൊണ്ട് തന്നെ ഗെയിം കളിപ്പിക്കണം, അക്ബറിനെ കൊണ്ടും ഗെയിം കളിപ്പിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ട് പിന്നെ അവർക്ക് അഗെയിൻസ്റ്റ് കളിച്ചു. അപ്പോൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അതായിരിക്കും ഒരു ചാൻസ്. പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷാനവാസിന് പലപ്പോഴും ഷാനവാസിൻ്റെ പല കേസസും എനിക്ക് എന്താണെന്നറിയില്ല ബിഗ് ബോസ് ടീം എടുക്കാറില്ല. അത് ഷാനവാസ് നെഗറ്റീവായിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നെബീൻ്റെ കേസാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കേസാണെങ്കിലും പുള്ളിക്കാരൻ്റെ കേസ് അങ്ങനെ മുക്കലാണ് പതിവ്. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയണം. ഇനിയിപ്പം ദൈവം ആരെങ്കിലും ജയിക്കട്ടെ. കുറേ പ്രാവശ്യമായിട്ട് ജയിച്ച ആൾക്കാർ ഒന്നില്ലെങ്കിൽ ജയിച്ച ആൾക്കാർ ഞങ്ങൾക്കിട്ട് പണി വരും, അല്ലെങ്കിൽ ജയിച്ച ആൾക്കാരുടെ പേര് പറയാൻ പറ്റാത്തൊരു നിവൃത്തിയോടായിപ്പോൾ. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് പേരിന് കൊള്ളാവുന്ന ഒരാൾ ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തോ ആയിക്കോട്ടെ, അവരുടെ ഷോ നമ്മൾ കാണുകയുള്ളൂ മാത്രമാണ്. അപ്പോൾ നമുക്ക് പറയാനേ പറ്റുള്ളൂ അഭിപ്രായം. അപ്പോൾ എന്തായാലും അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ അതിരുന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് വേറെ പല കൺക്ലൂഷൻസ് ഉണ്ടാക്കി അത് നോമിനേഷനിൽ വരും, ഗെയിമിൽ വരും, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഇനി ഇതിലൊക്കെ ഷാനവാസ് പിന്നെയും ആ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഷാനവാസിന് തന്നെ ദോഷം ചെയ്യുന്നു. അത് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഷാനവാസ് അത് ചെയ്യില്ലായിരുന്നു, റിപ്പീറ്റ് ചെയ്യത്തില്ല ഇനി. പക്ഷെ അത് ചെയ്യാത്തടത്തോളം കാലം ചിലപ്പം പുള്ളിക്കാരൻ്റെ അതേ ട്രേഡ് തിരിച്ചു വന്നേക്കാം, പുറത്ത് വന്നേക്കാം. ഇനി ആദിലയാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നത്, ആദിലയാണ് ക്യാപ്റ്റൻസി ജയിച്ചത്. അപ്പോൾ ആദിലയുടെ ക്യാപ്റ്റൻസിയിൽ എങ്ങനെ പോകുന്നു എന്നൊന്ന് നോക്കണം. അതിലിനി ഗെയിം ഒന്ന് മാറ്റി കളിക്കുമോ? അതിലെ നൂറൊക്കെ ഗെയിം മാറ്റി കളിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഒരാളുടെ തടലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഗെയിമേഴ്സായിട്ട് കളിക്കണം. അത് അറ്റ്ലീസ്റ്റ് ഇവർ രണ്ടും ഒരുമിച്ചേ കളിക്കുള്ളൂ, നൂറേ അതിൽ. പക്ഷെ എന്നാലും നിങ്ങൾ ഷാനവാസിൻ്റെ അടിയിലോ വേറെ ആളുടെ അടിയിലോ ഒന്നും പറ്റില്ല. നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ ഈസിലി നോമിനേറ്റ് ചെയ്യാൻ. ജിസേലിന് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ്. ജിസേലിന് ഫ്രണ്ട്ഷിപ്പും ഫേവററ്റിസം വരുമ്പം അവരുടെ മിസ്റ്റേക്സിനൊന്നും ജിസേലിന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ വരാതിരിക്കാൻ നോക്കുക. ആ പോയിന്റ് ഔട്ട് ചെയ്യാതെ വരുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും
സോറി, നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും അതെന്താണ് അത് ചെയ്യാത്തതെന്നുള്ളത് നമുക്കൊരു ഇഷ്ടക്കേട് തോന്നും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരാളുടെ അടിയിൽ നിൽക്കാതെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിക്കോ. പക്ഷേ ഇപ്പോൾ അനീഷ് പറഞ്ഞില്ലേ, അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ എടുത്ത് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അനീഷൊക്കെ പറഞ്ഞു കുറച്ച് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ എടുത്ത് പറയും. അതുപോലെ നോമിനേറ്റ് ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് പറ്റാത്തത്? അത് ഇന്നാസം പറ്റിയില്ല അവർക്ക് ജയിൽ നോമിനേഷൻ, ഓർമ്മയുണ്ടോ? അവർക്കത് പറ്റാത്തതുകൊണ്ട് അക്ബറിൻ്റെ പേര് പറഞ്ഞു അതിലാ. അപ്പോൾ പിന്നെ നൂറയ്ക്ക് പറ്റാത്തതുകൊണ്ട് ജിസലിൻ്റെ പേര് പറഞ്ഞു. എനിക്കത് മനസ്സിലായി. അനുമോളുടെയും ഷാനവാസിൻ്റെ ഒന്നും പേര് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അത് പറയാൻ പറ്റണം. അത് പറഞ്ഞാലേ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഗെയിം പുറത്ത് വരുള്ളൂ. ഇനി ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഈ ബിഗ് ബോസ് അനീഷിനെയും ഷാനവാസിനെയും വിളിപ്പിച്ച് ഓർപ്പിപ്പിക്കുന്നത്? നിങ്ങൾ ഓർത്തോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ, ഓർത്തോളൂ കേട്ടോ എന്ന് പറയുന്ന പോലെ നിങ്ങളിപ്പോഴും ഫ്രണ്ട്സ് അല്ലേ? അത് സർക്കാർ എന്തോ ഒരു ഒരു ചോദിക്കണോ ചോദിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അവർ ആ ആണല്ലോ, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ ടോണിൽ അങ്ങനെ പറഞ്ഞു. പക്ഷെ ആണോ ഇല്ലേ അല്ലേ എന്ന് അവർക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട് ചില സമയത്ത്. അതാണ്. അപ്പോൾ എടുത്തെടുത്ത് ചോദിക്കണ്ട, വെറുതെ എന്തിനാണ് അതിങ്ങനെ കൊളാക്കിക്കൊണ്ടിരിക്കുന്നത്? അതാ അവരാണെങ്കിൽ നാച്ചുറലായിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കാം. അപ്പോൾ എല്ലാ എപ്പിസോഡിലും വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആര്യൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആര്യൻ നല്ല കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ ശരിക്കും ജിസയിലായിട്ട് ഭയങ്കര ടൈറ്റായിരുന്നു. പുള്ളിക്കാരൻ നല്ല വിഷമമുണ്ടാവും പോയി കഴിഞ്ഞപ്പോൾ. പക്ഷേ ജിസയിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആര്യനൊരു സ്പേസ് ഉണ്ട്. ഞാൻ സത്യം പറയാം, ഗെയിം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട് പോയി ഓക്കെ ഫൈൻ, ബട്ട് യു വിൽ മീറ്റ് ഹർ ഔട്ട് സൈഡ് റൈറ്റ്, അത് വേറെ കാര്യം. അപ്പോൾ ഗെയിമിലേക്ക് ഇനി ആര്യന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഇനി ആര്യൻ ഈ ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ആഴ്ചയൊക്കെ ഭയങ്കര നിർണായകമാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും നോമിനേഷനൊക്കെ വരുവാണെങ്കിൽ ആര്യനൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ആര്യനും ഡേഞ്ചർ സോണിലൊക്കെ വരാൻ സാധനമാണ്, നെവീൻ, ആര്യൻ. അപ്പോൾ ഇവരൊക്കെ ശരിക്കും കളിക്കണം. ഓക്കെ, കളിക്കാന്ന് പറഞ്ഞാൽ ഇറങ്ങി തന്നെ കളിക്കണം. എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് ഇനിയിപ്പം ജിസയിലിൻ്റെ ഡിപ്പെൻഡൻസി ഇല്ല, നിങ്ങൾ ആരും പ്രീതിപ്പെടുത്തേണ്ട, ആ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ യു ക്യാൻ പ്ലേ യുവർ ഇൻഡിവിജ്വൽ ഗെയിം. ഇനി ആരുടെയും ഇതിൽ പോയി ഇരിക്കാതെ, ആരുടെയും സപ്പോർട്ടിൽ പോയി ഇരിക്കാതെ ഒറ്റയ്ക്ക് കളിക്കാൻ ആര്യന് പറ്റണം. അതിനുള്ള ചാൻസാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആര്യൻ കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്. ആദ്യത്തെ ദിവസം ആര്യനെ പോലെ അല്ല ഇപ്പോഴത്തെ ദിവസം ആര്യൻ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പറയുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ക്ലാരിറ്റി ഉണ്ട്, നല്ല സെൻറ്റൻസുകൾ പറയുന്നുണ്ട്, കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി വന്നു. ലാലേട്ടൻ പറയുമ്പോൾ അങ്ങനെ കുട്ടിക്കളിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആര്യന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് കയറാനൊരു ചാൻസാണ്. ഇനിയും 35 ഡേയ്സ് ഉണ്ട്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഗെയിമിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, പറ്റായികയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറാം. ഓഡിയൻസ് ശരിക്കും ആക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റിയിലാണ് എപ്പോഴും ഇരിക്കുന്നത്. സത്യമായിട്ടും ഓഡിയൻസിന് ഭയങ്കര ആക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റി, അവർ ഭയങ്കര ഓപ്പൺ ആണ്. അല്ലാതെ ആരും ക്ലോസ്ഡ്, ശരിക്കുള്ള ഓഡിയൻസ്, ജെന്യുവൻ ഓഡിയൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഫാൻ ബേസോ PR ടീം അല്ല, ജെന്യുവൻ ഓഡിയൻസ് ആർ സ്റ്റിൽ ഓപ്പൺ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഗെയിം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആര്യനൊക്കെ ചാൻസ് ഉണ്ട്, നെവീനും ചാൻസ് ഉണ്ട്. കളിക്കുവാണെങ്കിൽ നെവീനും ലക്ഷ്മി ആർക്കാണെങ്കിലും കളിക്കാം. സാബുമാനും കളിക്കാൻ ചാൻസ് ഉണ്ട്. കളിച്ചാൽ മതി, കളിക്കുന്നില്ല. പുള്ളിക്കാരൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും പുള്ളിക്കാരന് കുറേ നേരം ആലോചിച്ചിട്ടാണ് പുള്ളിക്കാരൻ മറുപടി പറയുന്നത്. അത് വളരെ പുവറാണ് സാബു. അത് അത്രയൊന്നും അതിലും കൂടുതൽ കുറച്ചും കൂടി ഇത്ര നാൾ നിന്നില്ലേ അറ്റ്ലീസ്റ്റ്. അതിൻ്റെങ്കിലും കുറച്ച് സിൻസിയറിറ്റിയോടെ ആൻസർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് സിൻസിയറായിട്ട് ആൻസർ പറയാൻ, മുഖം നോക്കാതെ ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് ബിഗ് ബോസ് ഗെയിം. അത് പറ്റുന്നില്ലെങ്കിൽ എന്താണ് കാര്യം? അപ്പം സാബുവിന് അതും ഒട്ടുമേ ചെയ്യാതെ എത്ര ദിവസം നിന്നിട്ടും സാബുമാനൊരു ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിൽ സപ്പോർട്ട് യു, വൺ ഗ്രൂപ്പ് വിൽ ബി ദെയർ ഹൂ ആക്ച്വലി ഹേറ്റ്സ് യു. അത് അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഗെയിം, അങ്ങനെയാണ്. ഒരു ഹേറ്റഡും ഉണ്ടാവും, ലവും ഉണ്ടാവും. അല്ല ലവ് മാത്രം കിട്ടുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഇല്ല. അത് ബിഗ് ബോസ് ഗെയിമിൽ അങ്ങനെയല്ല എൻ്റെ സ്ട്രാറ്റജി അല്ലേ. അപ്പം ആ ഓഡിയൻസിൻ്റെ ലവ് കിട്ടണം, പക്ഷെ അതിന് ഹേറ്റഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് കുറച്ചെങ്കിലും ഇന്ത്യയിലല്ലേ ആൾക്കാർക്ക് ഹേറ്റഡ് ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അത്രയുള്ളൂ. ഔട്ടായി പോയെന്ന് വെച്ചാൽ പ്രശ്നമല്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സംഭവം. പിന്നെ അക്ബറിൻ്റെ മേക്കപ്പിനെ കുറിച്ച് കുറേ പറയുന്നുണ്ടായിരുന്നു. അക്ബറിൻ്റെ മേക്കപ്പ് ഇന്ന് എന്തായിരുന്നു അറിയണം, ഒരുപാട് മേക്കപ്പ് ഇട്ട് പോലെ എനിക്കും തോന്നി കേട്ടോ. ശരിയായിട്ട് ഓവറായിട്ട് തോന്നിയില്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി. അത് നെവീനും കുറേ പൗഡർ ഇട്ട്, അനുവും കുറേ പൗഡർ ഇട്ട് കൊടുത്ത പോലെയായിരുന്നു. മീശയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ള ഡ്രസ്സും. അപ്പോൾ അതിൽക്കൂടെ വേറൊരു ലുക്കായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്നിനും ഒരു ക്ലോസ് എൻഡ് ഇല്ല. ഇങ്ങനെ തന്നെ അവർ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ച് പോയിച്ച് അവരുടെ കൺക്ലൂഷൻസ് ഉണ്ടാക്കും. ഓരോരുത്തർക്കും ഓരോ തോട്ട് പ്രോസസ്സ് ആയിരിക്കും ഈ നടന്ന സംഭവത്തിന്. എന്നിട്ട് അതൊക്കെ വെച്ച് ഇനി അടുത്ത ആഴ്ചത്തെ ഗെയിമിന് മുന്നോട്ട് പോകും. ഇനി എന്താണ് ടാസ്ക് വരാമെന്നറിയില്ല. നാളെ നോമിനേഷൻ കഴിഞ്ഞിട്ടേക്ക് ഇനി ടാസ്ക് ഒക്കെ വരാം. എന്തെങ്കിലും നല്ല ടാസ്ക് കൊടുത്ത് നല്ല രീതിയിൽ പോയാൽ നല്ലത്. നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കാണാം.
ഇല്ലെങ്കിൽ ഇത് തദൈവ അല്ലേ? അപ്പം നോക്കാം. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ഗുഡ് നൈറ്റ്.